പാലക്കാട് CPIM-ൽ കൂട്ടരാജി. ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് 20ഓളം പേർ CPIM-ൽ നിന്ന് രാജിവെക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് CPIM പാലക്കാട് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച അബ്ദുൾ ഷുക്കൂറിനെ തരം താഴ്ത്തിയത്. നിരന്തരമായ അധിക്ഷേപത്തിനും വർഗീയ മനോഭാവത്തിനും ധിക്കാരപരമായ നടപടിക്കുമെതിരെ വെണ്ണക്കരയിലെ പാർട്ടി EMS നഗർ ബ്രാഞ്ച്, AKG നഗർ ബ്രാഞ്ച്, ഒതുങ്ങോട് ബ്രാഞ്ച്, വെണ്ണക്കര ബ്രാഞ്ചിലെ 24 പാർട്ടി അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി വന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ വന്നപ്പോൾ ഏരിയ സെക്രട്ടറി ഇല്ല, ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ഇല്ല, ഏരിയ സെൻറ്റർ അംഗങ്ങൾ ചുമതലക്കാരായ ദിവസം ഇവിടെ വന്നിരിക്കുന്ന ഏരിയ സെൻറ്റർ അംഗങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏരിയ സെക്രട്ടറിയുടെ ഓഫീസിൽ കത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം സംസ്ഥാന കമ്മിറ്റിക്ക് അവതരിപ്പിക്കാനാണ്. ഇങ്ങനെയുള്ള ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ മാറ്റുന്നതുവരെ ഞങ്ങൾ പാർട്ടിയിലുണ്ടാവില്ല. കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, പാർട്ടി വിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയല്ല, ജില്ലാ സെക്രട്ടറിയെ മാറ്റണം എന്നതാണ് ആവശ്യം. രുചീഷെ, കഴിഞ്ഞ ദിവസമാണ് CPIM-ന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. പ്രധാനമായും പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായുള്ള തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂറിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉന്നയിക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയർന്നു വന്ന ആരോപണം. അത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഷുക്കൂറും അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആരംഭിച്ച പടലപ്പിണക്കമാണ് ഇത്തരത്തിലുള്ള ഒരു രാജിയിലേക്ക് നയിച്ചിട്ടുള്ളത്. പ്രധാനമായും അബ്ദുൾ ഷുക്കൂറിനെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് 20-ലധികം പ്രവർത്തകർ CPM-ൽ നിന്നും രാജിവെച്ചിട്ടുള്ളത്. 4 ബ്രാഞ്ചിൽ ഉൾപ്പെട്ട അംഗങ്ങളാണ് രാജിവെച്ചത്. 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 1 ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകരാണ് രാജിവെച്ചിട്ടുള്ളത്. വെണ്ണക്കര പ്രദേശത്ത് CPM-ന് പാലക്കാട് നഗരസഭയിലടക്കം കൗൺസിലർ സ്ഥാനം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി CPM-ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറിയെ മാറ്റുന്നത് വരെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൂട്ടരാജി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് CPM-നെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രുചീഷ്, ശരി സച്ചിൻ, എന്തായാലും സംസ്ഥാനത്ത് വലിയ തിരിച്ചടി ഉണ്ടായതിനു ശേഷം ഇപ്പോൾ പാലക്കാട് അതൊരു പ്രാദേശിക തലത്തിലാണെങ്കിൽ കൂടി അതൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു.